യുടെ ഷോ വരുന്നുണ്ട് മെയ് 3-ാം തീയതി. ഏതു കരിരാവിലും കണക്ട് ചെയ്തിരിക്കയാണല്ലോ. എങ്ങടോ പോകുന്നുണ്ട് കേട്ടോ കുട്ടി. ഈ പെർമിറ്റ് ഹോൾഡേഴ്സ് മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ എഴുതിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലിരുന്നിട്ട് പോലെ ജോലിക്ക് പോകുമ്പോ കാണണല്ലേ റോഡ്. എന്താ ഇന്ന് ജോലി ഉണ്ടായില്ലാത്തുണ്ട്. എല്ലാ വീടിന്റെ ഫ്രണ്ടില് ബാഗ് ഉണ്ടാവും. അതുപോലെ കൗൺസിൽ കൊടുത്തൊരു ഗ്രീൻ ബക്കറ്റ് ഉണ്ടാവും കേട്ടോ. ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ സെറ്റ് ആവുമെന്ന്. ആഹാ ഓക്കെ ആണ്. എടുത്ത് വെക്കട്ടെ. ഞങ്ങക്ക് ഇതേ പുറത്തിറങ്ങിയപ്പോ നമ്മുടെ വീട്ടിൽ ഹൂവർ ഇല്ല എന്നിട്ട് ഞങ്ങൾക്കൊരു ഹൂവർ കിട്ടിയിട്ടാ. വൈകുന്നേരം നമ്മള് ജസ്റ്റ് വെയിലൊക്കെ കണ്ടപ്പോ ഇങ്ങനെ പുറത്ത് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. ഏത് എന്ത് സാധനം? ഇന്നലത്തെ രാത്രിത്തെ പരിപാടികളെല്ലാം മിസ്സിനെ സെറ്റാക്കിയിരുന്നു കേട്ടോ. സൗണ്ട് കേൾക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് ഇത്ര വൈകിയ? ഓ ഞാൻ ഇച്ചിരി വൈകിപ്പോയി ഗായ്സ്. സമയം ഒരുപാടായി. ഇന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് വൈകിപ്പോയി. അപ്പോൾ വെൽക്കം ടു അവർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ പെരുന്നാൾ വന്നപ്പോൾ നമുക്ക് നല്ല വെയിലുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി. വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ചൂടില്ല. മിസ്സിന് എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. നേരെയാക്കി ഇട്ടേക്കാം. ഇല്ലെങ്കിൽ എന്ത് ബെഡ്ഷീറ്റ് ഞാൻ മാത്രം ചെയ്തില്ലാന്ന് പറയും. ഞാനാണ് സ്ഥിരം ചെയ്യാറുകൊണ്ട് എനിക്ക് ഈ വക കാര്യങ്ങൾ ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ ഒരു ഏകദേശം സെറ്റാക്കിയിടാം, ബാക്കി പിന്നാക്കാം. ശരിക്കും അത് ബെഡ്ഷീറ്റല്ല, ഡുവറ്റ് കവറാണ്. കാരണം 2 ഡുവറ്റ് ഇട്ടിട്ട് ഞങ്ങൾ കിടക്കണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ. ഓക്കെ സെറ്റ്. സൗണ്ട് കേൾക്കണ്ടല്ലോ. എനിക്ക് മൈലാഞ്ചിട്ട് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാൻ. അറിയാൻ പാടില്ലല്ലോ. എനിക്കറിയാലോ. എന്താ ശ്രുതി ഇട്ടെന്നതാണിത്. ശ്രുതി ഇട്ടെന്നാ രസമുണ്ട്. എനിക്ക് നല്ല ശ്രുതി ഇട്ടെന്നത്. ശ്രുതി ജോലിക്ക് പോയായിരുന്നു ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. അറിയാൻ പാടില്ല ശ്രമിച്ചോണ്ടിരിക്കണ്ടല്ലേ. കുക്കിംഗ് ഒക്കെ ഞാൻ ശ്രമിക്കല. അപ്പൊ ഞാൻ ഇതും ടാബിലെന്തോ പടം കണ്ടോണ്ടിരിക്കണ്ട്. ഇന്നലെ അസി കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. അതെയാ, വെള്ളം കൊണ്ടുവന്നില്ലേ? ഇവനാ മിസ്സിനോടെ വെള്ളം കേട്ടോ. കുപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോ. വെള്ളം ഇതാണ് ഞങ്ങളുടെ ടി വി കേട്ടോ. ഞങ്ങളുടെ ടി വിയില് സൗണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ സ്പീക്കർ ഉണ്ട്. ഈ സ്പീക്കർ സൗണ്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെ നിന്ന് കാണും. ഇന്നലത്തെ രാത്രിത്തെ പരിപാടികളെല്ലാം മിസ്സിനെ സെറ്റാക്കിയിരുന്നു കേട്ടോ. രാവിലെ തന്നെ എണിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തു. വലിയ നമ്മുടെ ബിരിയാണി ചെമ്പ് വരെയും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. സേമിയം എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം സെറ്റാക്കി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പായസം എല്ലാം സെറ്റാക്കി ക്ലിയറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കെറ്റിൽ മാത്രം. ശരി ശരി. പിന്നൊരു സാധനം ഞാൻ വാങ്ങിച്ചേർന്നു. ഏത് എന്ത് സാധനം? ഞാൻ അതെടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായ? ഓ ഇന്നലെ 2 മാംഗോ ബൈറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. സോറി, മാംഗോ ബാറ്. നാട്ടിലെ മാംഗോ ബാർ പോലത്തെ സാധനം. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൈ ആ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോളാം.
പൊട്ടിച്ച ഞാൻ ഇടക്കിടക്ക് തിന്നും. പിന്നെ നീ പൊട്ടിച്ചതന്നെ. ദൗച്ചിനൊക്കെ ഉണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരി നിക്കവിടെ തട്ടി പറിച്ച് വാങ്ങിച്ചാ. ഇത് മാമ്പഴല്ല, മാങ്ങയാണ്. ഇത് പുളിയുണ്ട്. അതല്ലേ പറഞ്ഞ മാമ്പഴാന്ന്. പുളിയുള്ള മാംഗോ ബാർ അല്ല കേട്ടോ, പുള്ളിയുള്ള മാമ്പഴം. അല്ല മാംഗോ ബാർ ഇച്ചിരി പുളിയുണ്ട്. മാമ്പഴല്ലേ? മാമ്പഴല്ല, മാങ്ങ പുളി. അതിപ്പോ പുള്ളിയുള്ള മാങ്ങയാണേ. നമ്മുടെ നാട്ടിലെ മാംഗോ ബാർ നല്ല ടേസ്റ്റ് അല്ലേ? ഇതിന്റെ രുചി കിട്ടാ. ചോക്ലേറ്റ് ഇത് മാംഗോ ബാർ തന്നെയാണ്. വേറെന്താ? ഉള്ളിലത്തെ കൂടി കൂട്ടി കഴിക്കുമ്പോണ്ട്, പക്ഷെ പുറത്തിന് മാത്രം ഭയങ്കര പുളിയാ. അതെങ്ങനെയാണ് മാംഗോ ബാർ തെറ്റിയാണ് അറിയാൻ പാടില്ല. വൈകുന്നേരം നമ്മൾ ജസ്റ്റ് വെയിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പുറത്ത് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടേക്കണുണ്ടോ. നാളെ ഞങ്ങളുടെ വേസ്റ്റ് കളക്ഷൻ ഡേ ആണ്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളും എല്ലാം എടുത്ത് പുറത്ത് വെക്കണം, അല്ലാതെ അവർ എടുത്തുകൊണ്ട് പോവില്ല. ഭയങ്കര പങ്ക്ച്വലാണ് എല്ലാത്തിലും കാര്യത്തിലും കേട്ടോ. ഭയങ്കര കുറെ നേരം പുറത്തിറങ്ങാന്ന് പറയണേ. ഈ കാക്കായെ മടി പിടിച്ച് അവിടെ ഇരിക്കണേർന്ന്. അവസാനം ഞാൻ എന്നാ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കാക്കായി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. താങ്ക് യു പറയാറുന്നു. താങ്ക് യു എഴുതി വെച്ചാലോ? താങ്ക് യു എഴുതി പേനയില്ല. ഇത് എടുത്തു വെക്കട്ടെ. ഞങ്ങൾക്കിത് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിൽ ഹൂവർ ഇല്ല, എന്നിട്ട് ഞങ്ങൾക്കൊരു ഹൂവർ കിട്ടിയിട്ടാ. താങ്ക്സ്. ഈ സ്റ്റിക്കർ എടുക്കും, നമുക്ക് വരുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഇതല്ലേ നമുക്കില്ലാത്ത, ഞങ്ങൾ മേടിക്കണം എന്ന് ഓർത്തിക്കണായിരുന്നു. നോർമൽ ടൈപ്പ് ആണെന്ന് തോന്നല്ലേ? നല്ല ഉപയോഗപ്രദമായിരിക്കും. കണ്ടിട്ട് നല്ല എന്താ യൂസ് ചെയ്യണ സാധനമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ഓൾഡാണ്. ചിലപ്പോൾ അവരതിലും പുതിയത് പറഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ. ഇനി ഇത് നമുക്ക് യൂസ് ആയില്ലെങ്കിൽ ഈ ബോർഡ് കളയാതെ പുറത്ത് വെക്കാം. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ട. നമുക്കിപ്പോൾ എന്തായാലും ഒരു ഹൂവർ വേണമായിരുന്നു. ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നാണ്, അപ്പോഴാണ് അത് കിട്ടിയത്. ഇപ്പോൾ ഇതേപോലെ ശരിക്കും നാട്ടിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് എന്താണ് അങ്ങനെ വെക്കണമെന്ന് വിചാരിക്കും. UK ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇങ്ങനെ എഴുതി വെക്കൊന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് നിങ്ങൾക്കുള്ളതാണ്, ഫ്രീ ആയിട്ടാണ്, നിങ്ങൾക്ക് എടുക്കാം. അതെ നിങ്ങൾക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നോട്ട് ചെയ്ത് വെക്കുന്നത്. സൗദിയിലൊക്കെ ആകുമ്പോൾ പിന്നെ ജസ്റ്റ് പുറത്തെടുത്തിടുള്ളൂ, ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൊണ്ടുപോകാം. അങ്ങനെയാണ്. ഇതിന്റെ തന്നെ ബാക്കിൽ നമുക്ക് താങ്ക് യു എന്ന് എഴുതാം. ഇതിന്റെ തന്നെ ബാക്കിൽ താങ്ക് യു എന്ന് എഴുതി അവർക്ക് വെക്കാം. കാണാനും രസമുണ്ട് കേട്ടോ. പിന്നെ കുറച്ചാണ് അതിൽ വലിക്കുള്ളത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. മിനിറ്റ്, പേന എവിടെ? വേണ്ടാടി, അതിന് നോക്കട്ടെ സെറ്റ് ആവുമെന്ന്. താങ്ക് യു. ആഹാ, ഓക്കെയാണ്, കളിക്കണ്ടല്ലോ. നൈസാണ്. അങ്ങനെ മാർക്കർ കിട്ടി. ജസ്റ്റ് മാർക്കർ കൊണ്ട് എഴുതാട്ടാ. താങ്ക് യു സോ മച്ച്. അല്ലേ, നമ്മുടെ അഡ്രസ് ഒന്നും എഴുതണ്ടല്ലോ. എഴുതിയേക്ക്. ഓക്കെ, അവർക്കും സന്തോഷമായിക്കോട്ടെ. ഓക്കെ, അടച്ചോ, ഗോ. വാതിലടച്ചോ. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഒരു ഡോറിന്റെ അവിടെ ഇങ്ങനെ ഇടാല്ലേ, അല്ലെങ്കിൽ പറഞ്ഞോളി. പറയൊന്നും വേണ്ട, നമ്മുടെ സിറ്റി. അക്കോൽ പിടിച്ചോളൂ. താങ്ക് യു. അത് വളരെ നല്ലൊരു ഇതാണ്. സെൻറ്റ് ജെയിംസ് ആൻഡ് സെൻറ്റ് പോൾ കോൾച്ചസ്റ്റർ, അവിടുത്തെ സെമിത്തേരിയാണ് കേട്ടോ നമ്മളന്ന് പറഞ്ഞേ, നമ്മുടെ അടുത്തുള്ള ആളുകൾ.
ഇത് കുഞ്ഞി പള്ളി പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ വീടിന്റെ ഫ്രണ്ടിലാണോ കാക്ക വണ്ടി? ഞാൻ പറഞ്ഞില്ല, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ വേസ്റ്റ് എടുത്ത് വെക്കും. ദെൻ എല്ലാ ദിവസവും ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിനും നോർമൽ വേസ്റ്റിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അതേപോലെ കറക്റ്റ് ടൈമിൽ വന്ന് വേസ്റ്റ് എടുക്കും. നിങ്ങൾക്ക് നോക്കി കണ്ടാൽ അറിയാം, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ബാഗ് ഉണ്ടാവും. അതുപോലെ കൗൺസിൽ കൊടുത്തൊരു ഗ്രീൻ ബക്കറ്റ് ഉണ്ടാവും കേട്ടോ. ആ ബക്കറ്റിലാണ് പ്രോപ്പറായിട്ട് അവർ വേസ്റ്റ് ഇടുന്നത്. താങ്ക് യു. ഹാപ്പി പ്ലേസ്. താങ്ക് യു. താങ്ക് യു. വാ. അവിടെ ജനൽ തുറന്നിട്ടേക്കാൻ തോന്നണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരോട് താങ്ക് യു പറഞ്ഞിട്ട് മന്ദം നീങ്ങുകയാണ്. സ്നാക്കിന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? വീട്ടിലിരുന്നിട്ട് പോലെ ജോലിക്ക് പോകുമ്പോ കാണണല്ലേ റോഡ്. എന്താ ഇന്ന് ജോലി ഉണ്ടായില്ലാത്തോണ്ട്. അത് നിങ്ങൾക്കൊരു സൈക്കോ തരമാണല്ലോ. ഇത് എന്നും പോണേല്ലേ റോഡ്. ഈ റോഡ് കാണാൻ വേണ്ടി നീ വന്നോ? അല്ല ഇങ്ങനെയല്ലല്ലോ, നമുക്ക് അതിൽ കൂടെ പോയാൽ ആ വഴി കണ്ടിട്ടില്ല. നമുക്ക് പോവാത്ത വഴി കൂടെ വരൂ. എന്നും പോണത് ഈ വഴിയല്ലേ, ആ വഴി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അങ്ങോട്ട് പോണേ. എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ കുട്ടി. ഈ പെർമിറ്റ് ഹോൾഡേഴ്സ് മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പറ്റിക്കാം. പെർമിറ്റ് ഹോൾഡേഴ്സ് മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ. അത് പാർക്കിംഗ് ആണ്. അല്ലല്ല, പാർക്കിംഗ് ആന്ന് മനസ്സിലായി കേട്ടോ. പറ്റിക്കാനും പറ്റില്ല. അവിടെ പാർക്കിംഗ് ആണ് അല്ലേ? അല്ലല്ല, പക്ഷെ വണ്ടിയും കൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പാടില്ല. നടന്നു പോവാം. നോക്കട്ടെ ഒരു മിനിറ്റ്. ഒരു പാർക്കിംഗ് സ്പേസാ കാക്ക. അവിടെ എന്തോ ഉണ്ട്. അത് അവരുടെ ഒരു പാർക്കിംഗ് പ്ലേസ് ആയിരിക്കും. പക്ഷെ അവിടെ എന്തോ ഉണ്ടല്ലോ. ഉള്ള നല്ലതൊക്കെ കയറി ഇറങ്ങി പോവാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പൂക്കളൊന്നും വന്നു തുടങ്ങിയില്ല. എന്താണ്? പൂക്കളൊന്നും വന്ന് തുടങ്ങിയില്ല. ദേനക്കൊക്കെ മറ്റേ സൈക്കിള് നടന്നു വന്നപ്പോ ഏതോ ഒരു പാലത്തിന്റെ അടിയില് ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ കാണേണ്ടത്. എന്താന്നൊന്നും അറിയാൻ പാടില്ല. കക്കാ എന്തെങ്കിലും പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പാട്ട് ഏതു കരിരാവിലും കണക്ട് ചെയ്തിരിക്കുകയാണല്ലോ. സാറിൽ എന്റെ ഫോണിന് നല്ല ക്ലാരിറ്റി ഉണ്ട്, പാടിക്കോ. നിലാമലരേ നിലാമലരേ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കേടാതെ നാളമേ നാളമേ പാടൂ നീ നിലാമലരേ നിലാമലരേ പ്രഭാകിരണം നൈസ് നൈസ് നൈസ്. അവിടെ ആരുടെയും സൈക്കിൾ മറിഞ്ഞിടക്കണം. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ കണ്ടേ. ഓക്കെ, നമുക്കിനി മുന്നോട്ട് നടന്നാലോ? മുന്നോട്ട് നടക്കാം. എന്നിട്ട് കുറച്ച് പിന്നോട്ട് എടുക്കാം. ബാ. ഇവിടെ ഒന്ന് പച്ചപ്പൊക്കെ കണ്ടപ്പോ കാക്കാക്ക് വേഗം നമുക്ക് റേഡിയോ ലൈവ് യുകെയുടെ ഷോ വരുന്നുണ്ട് മെയ് 3-ാം തീയതി. നമ്മുടെ കാണുന്ന ആൾ, നമ്മുടെ വിശ്വസ് കാണുന്ന, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ മെയ് 3-ാം തീയതി കിടലും പ്രോഗ്രാമാണ്. റോസ്, അതേപോലെ മിഥുൻ, ഒരുപാട് ആളുകൾ, ഡാൻസ്, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പറ്റുന്നവരെന്നല്ല, എല്ലാവരും കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ മെയ് 3-ാം തീയതി എന്തായാലും മറക്കണ്ട. കാക്ക അവിടെ ലൈവ് കിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ വെച്ച പേപ്പർ അവരെടുത്തിട്ടോ, കണ്ടിട്ട് കളഞ്ഞോന്ന് പഠിച്ചോന്നറിയാം. എന്തായാലും നമ്മൾ വെച്ച പേപ്പർ എടുത്തു. കാക്ക അത് UKML ലൈവ് കിട്ടിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കുറേ നേരം തണുപ്പത്തിരുന്നിട്ട് തിരിച്ചു വന്നുട്ടാ. സന്ധ്യ വരെ റോഡ് വൃത്തിയാക്കുന്ന കണ്ട് കാക്ക
നിൽക്ക്. സംസാരിച്ചു തുടങ്ങിയ ലൈവ് അങ്ങനെ ഒരു പാട്ടിൽ കലാശിച്ചിട്ട് 1-2 നമുക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ. അങ്ങനെ ജസ്റ്റ് പാട്ടൊക്കെ പാടി കുറച്ച് നേരം ഇരുന്നു. ഞാൻ നിനക്ക് താജ് തോൽക്കണ കൊടുവെച്ചോളാം, ഞാൻ നിനക്ക് താജ് തോൽക്കണ കൊടുവെച്ചോളാം, നിന്റെ റൂഹും നിന്റെ ചാരി ഞാൻ അയച്ചോളാം. അങ്ങനെ വൈകിട്ടായപ്പോൾ ഫെബിൻ ബ്രോയും ഷഹനാൻ കൂടി വന്നിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഫുഡും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ കുറേ നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്തു. അത് ഹാപ്പി ആയി ശരിക്കും. എന്താ അറിയാത്തത്? വിശാലാരാ? ആ പേര് മാത്രം പറഞ്ഞില്ല. വിശാലാര ഫ്രണ്ടാ? ഫോട്ടോ മെയിൽ വരുമല്ലോ, മെയിൽ വന്നപ്പോ ഞങ്ങള് നോക്കുമ്പോ എല്ലാം ഇവന്റെ 2 സൈഡിലും 2 പെൺകുട്ടികളെ ഫ്രണ്ട്സാണല്ലേ? മിസൈലും പിന്നെ വേറെ പെൺകുട്ടിയതാ? മറ്റേ പെൺകുട്ടിയുടെ പേരെന്താ? മിഷലും പിന്നെ വേറെ പെൺകുട്ടി, അതെന്താ പേര്? അതിന്റെ പേര് ലിസ. അവന്റെ ഫ്രണ്ട്സ് അല്ലേ? അച്ഛനും മുടിയുടെ കളറൊക്കെ പോടാ പിടിക്കലടാ. നമ്മള് നടന്നു പോകുമ്പോഴാണ് ഇവിടെ ഇരിക്കാറ്. ശരിക്കും അങ്ങനെ പെരുന്നാളിന്റെ പിറ്റേ ദിവസം വളരെ നന്നായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയി. അവർ വന്നപ്പോൾ നല്ല മന്തി, അതേപോലെ നല്ല ബീഫ് കറി, സലാഡ്, പിന്നെ കൂടെ ഒരു സ്വീറ്റ്. എന്താ പറയുക, ഭയങ്കര സന്തോഷം. നമ്മളെ ഇങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു ഫാമിലിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോഴൊക്കെ എന്താ ഭയങ്കര സന്തോഷം. ഭയങ്കര ഹാപ്പിയായ ഒരു ഈദിൻ്റെ പിറ്റേ ദിവസം കൂടി അങ്ങനെ തീരുകയാണ് ഇവിടെ. ഞങ്ങൾ ചെറിയൊരു മൂവിയും കണ്ടിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ബൈ.